Hello dear students, welcome to my channel. നമ്മൾ തുല്യ ത്രികോണങ്ങൾ രണ്ട് ത്രികോണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തുല്യമാണോ എന്ന് എങ്ങനെയൊക്കെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് രണ്ട് ത്രികോണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങളാണ്. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ഇപ്പോൾ 4, 5, 6 സെന്റിമീറ്റർ ആണെങ്കിൽ വേറെ ത്രികോണത്തിനും 6, 5, 4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ, അതായത് രണ്ട് ത്രികോണത്തിനും ഈ 4, 5, 6 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വശങ്ങൾ 4, 5, 6 തന്നെ വേണമെന്നില്ല, ഏതും ആകാം. 10, 11, 12 അല്ലെങ്കിൽ 12, 13, 17 ഇങ്ങനെ ഏതെങ്കിലും ആകാം. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളൊക്കെ തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളെ തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ അതിന്റെ കോണുകളുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അവയുടെ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ഇതിൽ രണ്ട് ത്രികോണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തുല്യ ത്രികോണങ്ങളാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെയും രണ്ട് വശങ്ങൾ മാത്രം തന്നു കഴിഞ്ഞാൽ, രണ്ട് വശങ്ങളും അതിലുള്ള ഒരു കോണും തന്നു കഴിഞ്ഞാൽ തുല്യ ത്രികോണങ്ങളാകുമോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. മുമ്പേ നമ്മൾ ചെയ്തതിൽ 3 വശങ്ങൾ തന്നിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്, രണ്ട് വശങ്ങളും ഒരു കോണും. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയതായി ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ത്രികോണം വരയ്ക്കാൻ കഴിയുമല്ലോ. അപ്പൊ നമുക്കൊരു ത്രികോണം വരച്ച് നോക്കാം. രണ്ട് വശങ്ങള് 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും. അപ്പോൾ ഒരു ത്രികോണത്തിന് നമുക്കറിയാം 3 വശങ്ങളുണ്ട്. അതിലെ രണ്ട് വശങ്ങൾ 7ഉം 5ഉം വേണം. ഈ രണ്ട് വശങ്ങളും കൂടിച്ചേരുന്ന കോണ് 40 ഡിഗ്രിയും വേണം. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? അത് നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാൻ സാധ്യതയുള്ള കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ, ഇവിടെയും 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് വരക്കാം. ചിലവർ ഇവിടെ താഴെ 5 സെന്റിമീറ്റർ ആക്കി വരച്ചിട്ടുണ്ടാവും, താഴെ 7 സെന്റിമീറ്റർ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് പല രീതിയിലും വരക്കാം. എന്നാൽ ഇവ രണ്ടും കൂടിച്ചേരുന്ന, ഇതിപ്പോ 7 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് കൂടിച്ചേരുന്ന കോൺ 40 ഡിഗ്രിയുമാണ്. അത് നിങ്ങൾക്ക് വരക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യം 5 സെന്റിമീറ്റർ വരക്കുക. 5 സെന്റിമീറ്റർ വരച്ചിട്ട് ഇവിടെ പ്രൊട്ടാക്ടർ വെക്കുക, 40 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തുക. ആ അടയാളപ്പെടുത്തിയതിൽ കൂടി 7 സെന്റിമീറ്റർ നീളത്തിലേക്ക് വരക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങളിവിടെ വരക്കാൻ സാധ്യതയുള്ള കുറെ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് ഞാൻ. ഇത് അത്തരത്തിലുള്ള ഒരു ത്രികോണാണ്. ഒരു വശം 7 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും, ഇതിനിടയിലുള്ള കോൺ 40 ഡിഗ്രി. അപ്പോൾ ഈ ത്രികോണം ഇങ്ങനെ വെച്ച ചിത്രമാണിത്. അത് നേരെ തിരിച്ചു വെച്ചതാണിത്, അല്ലേ? ഇനി ഇതേപോലെ ഇങ്ങനെ വെച്ച ഈ ത്രികോണം ഈ രൂപത്തിൽ വെച്ച ചിത്രമാണ് ഇത് വരുന്നത്. ഇതന്നെ ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ച ചിത്രമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ത്രികോണങ്ങളും കാണിച്ചത് ഞാൻ ഈ ഒരു ത്രികോണം കൊണ്ട് തന്നെ അല്ലേ. ഈ ഒരു ത്രികോണം തന്നെ നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ വെച്ച ചിത്രങ്ങൾ തന്നെയാണ് ഇത്. അപ്പൊ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ, ഇപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ 5 സെന്റിമീറ്ററും ഇത് 7 സെന്റിമീറ്ററും ആണ്. ഇതും 5ഉം 7ഉം ആണ്. ഇവിടെയും 5ഉം 7ഉം ഉണ്ട്, ഇതിനും 5ഉം 7ഉം ഉണ്ട്. ഇത് മാത്രം നോക്കിയാൽ മതിയോ? ഇതിനിടയിലുള്ള കോണുകൾ നോക്കുക. ഈ 5ന്റെയും 7ന്റെയും ഇടയിലുള്ള കോൺ 40 ഡിഗ്രിയാണ്. ഇത് 5 സെന്റിമീറ്ററും ഇത് 7 സെന്റിമീറ്ററും, ഇതിനിടയിലുള്ള കോൺ 40 ആണ്. ഇവിടെ ഇത് 7ഉം 5ഉം ഇടയിലുള്ള കോൺ 40 ആണ്. 7ഉം 5ഉം ഇടയിലുള്ള കോൺ 40 ഡിഗ്രിയാണ്. അപ്പൊ ഈ ത്രികോണങ്ങളുടെ എല്ലാം ഈ ഒരു ത്രികോണം കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ത്രികോണങ്ങളൊക്കെ എന്താണ്? തുല്യമാണ്. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ. ഈ ഒരു ത്രികോണം തന്നെ നമ്മൾ പല രീതിയിൽ പിടിച്ചാൽ കിട്ടുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോ ഈ ത്രികോണങ്ങളെല്ലാം തുല്യമാണെങ്കിൽ നമുക്ക് ഈ ത്രികോണങ്ങളൊക്കെ എന്താണെന്ന് പറയാം? തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. അപ്പൊ ഇവിടെ തുല്യ ത്രികോണങ്ങളാണോ എന്ന് നോക്കാൻ നമുക്ക് ത്രികോണങ്ങളുടെ 3 വശങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കഴിഞ്ഞ ഇതിൽ ചെയ്തത്, നമ്മൾ ആദ്യം ചെയ്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, അതിന്റെ 3 വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുല്യ ത്രികോണങ്ങളാണോ അല്ലേ എന്ന് നോക്കാം.
എന്നാൽ ഈ ചിത്രത്തില് നമുക്ക് രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മൂന്ന് വശങ്ങൾ നമുക്ക് അറിയില്ല. അപ്പൊ മൂന്ന് വശങ്ങൾ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഈ ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളാണ് എന്ന് നോക്കാം. അപ്പൊ തുല്യ ത്രികോണങ്ങളാണോ എന്ന് നോക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ആദ്യത്തെ വഴി നമ്മൾ പറഞ്ഞു മൂന്ന് വശങ്ങളും തുല്യമാകണം. ഇവിടെ നമുക്ക് മൂന്ന് വശങ്ങളില്ല. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും നമുക്ക് രണ്ട് ത്രികോണങ്ങളും തുല്യമാണോ അല്ലേ എന്ന് നോക്കുന്നത്? കുറെ കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? രണ്ട് വശങ്ങളും, ഇപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ രണ്ട് വശങ്ങളും തുല്യമാണ്. ഈ ത്രികോണത്തിനും 5 സെന്റിമീറ്റർ ഉണ്ട്, 7 സെന്റിമീറ്റർ ഉണ്ട്. ഈ ത്രികോണത്തിനും 5ഉം 7ഉം ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതിയോ? പോരാ. പിന്നെ എന്ത് കൂടി വേണം? ഇതിനിടയിലുള്ള ഈ കോണും കൂടി തുല്യമാകണം. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അതിനിടയിലുള്ള കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങൾ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഇത് തന്നെയാണ്, ഇങ്ങനെ നോക്കിയാൽ തന്നെയാണ്. ഇവിടെയും 5ഉം 7ഉം ഉണ്ട്, ഇവിടെയും 5ഉം 7ഉം ഉണ്ട്. ഇവിടെ നമുക്ക് താഴെ 5ആണെന്ന് വിചാരിച്ച് ഇവിടെ താഴെ 5 വരണം നിർബന്ധമൊന്നുമില്ല. വശങ്ങൾ തന്നെ ആയാൽ മതി. 5ഉം 7ഉം ഉണ്ടാവണം. കൂടാതെ എന്തുകൂടി നോക്കണം? ഈ 5 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും കൂടിച്ചേരുന്ന കോണ് നോക്കണം. അത് 40 ഡിഗ്രിയാണ്. ഇവിടെയും 40 ഡിഗ്രി വേണം. ഇവിടെയും ഇത് 5ഉം ഇത് 7ഉം ആണ്. രണ്ടും കൂടിച്ചേരുന്ന കോണ് 40 ഡിഗ്രിയാണ്. അപ്പോ ഈ ത്രികോണങ്ങളും എന്ത് തന്നെയാണ്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഈ 4 ത്രികോണങ്ങളും തുല്യമാണ്. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത്, രണ്ട് ത്രികോണങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് അവയുടെ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. ഓക്കെ അല്ലേ? നമുക്കിപ്പോ പറഞ്ഞ കാര്യം ഒന്ന് ബോക്സിലാക്കി എഴുതാം. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ കൂടിച്ചേരുന്ന കോണും. ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്. അപ്പൊ രണ്ട് വശങ്ങളും അവ കൂടിച്ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ, ഇത് വേറെ ത്രികോണം, ഇതിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ, ശരിയല്ലേ? ഇവിടെയും 8 സെന്റിമീറ്റർ ഉണ്ട്, 6 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെയും 8ഉം 6ഉം ഉണ്ട്. ഈ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോൺ 50 ഡിഗ്രിയാണ്. ഇവിടെ 50 ഡിഗ്രിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെയായി. തുല്യമാണെങ്കിൽ നമുക്കെന്തറിയാം? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എന്താണ്? എല്ലാ വശങ്ങളും തുല്യമാണ്. അതുപോലെ ബാക്കി കോണുകളുടെ കാര്യം എന്താ? എല്ലാ കോണുകളും തുല്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ട് വശങ്ങളും അറിയാം. ഇനി അറിയാത്ത ഈ ഒരു വശമല്ലേ, ഈ വശവും ഈ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ഇതിന്റെ നീളം എത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഏതെങ്കിലും അളവായിരിക്കും. ചിലപ്പോൾ 7 സെന്റിമീറ്ററോ 6ഓ 5ഓ അല്ലെങ്കിൽ 4.3 അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. അപ്പൊ ഈ അളവ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അളവ് അറിയില്ല എങ്കിലും ഈ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അളവ് വേണമെങ്കിൽ കറക്റ്റ് അളവിലെടുത്ത് വരച്ചിട്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് അളവ് നോക്കിയാൽ അളവ് കിട്ടും. അപ്പൊ ഇവിടെ അളന്ന് നോക്കണം എന്നില്ല, അല്ലെങ്കിൽ അളവ് തരണം എന്നില്ല. എന്നിരുന്നാലും എന്ത് തന്നെയാണ്? ഈ വശവും തുല്യമാണ്. അളവ് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, ചേർന്ന കോണിന് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ഈ രണ്ട് വശങ്ങളുമാണ്. അപ്പൊ ഇത് രണ്ടും അവ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും എന്തായിരിക്കും? തുല്യമാണ്, ഒരേ നീളമാണ്. അതുപോലെ മറ്റു രണ്ട് കോണുകളും തുല്യമാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞു തുല്യ ത്രികോണങ്ങളുടെ കോണുകളൊക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 50 ഡിഗ്രിയാണ്. ബാക്കി രണ്ട് കോണുകളുണ്ട്. ഈ രണ്ട് കോണുകളും ഈ ത്രികോണത്തിലെ ബാക്കിയുള്ള രണ്ട് കോണുകൾക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇതിൽ ഏത് കോണ് ഏതിനൊക്കെ തുല്യമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്ററിനെതിരെയുള്ള കോൺ ഇതാണ്. അപ്പൊ ഈ കോണും ഇതിലെ 6 സെന്റിമീറ്ററിനെതിരെയുള്ള കോൺ ഇതാണ്. നമുക്ക് എത്ര ഡിഗ്രിയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നാലും നമുക്ക് ഈ രണ്ട് കോണും തുല്യമാണെന്ന് പറയാം. അതേപോലെ 8 സെന്റിമീറ്ററിനെതിരെയുള്ള കോൺ ഇതാണ്. ഇത് 8 സെന്റിമീറ്ററിനെതിരെയുള്ള കോൺ ഇതാണ്. അപ്പൊ ഈ രണ്ട് കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിന് തുല്യമാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും ശരിക്കും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത. അവയുടെ പ്രത്യേകത എന്താ? വശങ്ങളും തുല്യമാണ്. 3 വശങ്ങളും തുല്യമാണ്. 2 വശങ്ങൾ തുല്യമാണ് നമ്മളോട് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക് മൂന്നാമത്തെ വശങ്ങളും എന്തായിരിക്കും? തുല്യമാണ്. അതേപോലെ രണ്ട് കോണുകൾ തുല്യമാണ് നമുക്ക് കിട്ടി. ഓട്ടോമാറ്റിക് ബാക്കി രണ്ടുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ ഞാൻ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്.
അതിന്റെ വശങ്ങളും തന്നിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണോ, തുല്യമാണോ? നിങ്ങളൊന്ന് ആൻസർ നോക്കൂ. രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ എ ബി 5 സെന്റിമീറ്ററും ബി സി 3 സെന്റിമീറ്ററും ആണ്. കോൺ എ 30 ഡിഗ്രി. ഇവിടെ ഈ ത്രികോണത്തിൽ പി ക്യു എന്ന് പറയുന്ന നീളം 5 സെന്റിമീറ്ററും ആർ ക്യു എന്ന് പറയുന്ന നീളം 3 സെന്റിമീറ്ററും പി എന്ന് പറയുന്ന കോണ് 30 ഡിഗ്രിയാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണോ? കുറെ പേർക്ക് തുല്യ ത്രികോണങ്ങളാണെന്ന് പറയുന്നുണ്ട്, കുറെ പേര് തുല്യ ത്രികോണങ്ങളല്ല എന്നും പറയുന്നുണ്ട്. ഏതായിരിക്കും ഇത് കറക്റ്റായ ആൻസർ? നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് പ്രകാരം തുല്യ ത്രികോണങ്ങളാണോ എന്ന് നോക്കേണ്ടത് ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? രണ്ട് ത്രികോണങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ 3 വശങ്ങളും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 3 വശങ്ങളും തുല്യമാണെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ്. എന്നാൽ അതിൽ 3 വശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. 2 വശങ്ങളുടെ നീളങ്ങളെ അറിയുള്ളൂ, മൂന്നാമത്തെ വശത്തിന്റെ നീളം അറിയില്ല. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താ? 2 വശങ്ങൾ തരണം. 2 വശങ്ങൾ മാത്രം മതിയോ? പോരാ, ആ 2 വശങ്ങളും കൂടി ചേർന്ന് കോണും തരണം. എങ്കിൽ മാത്രമേ തുല്യ ത്രികോണങ്ങളാവുള്ളൂ. ഇപ്പൊ ഇവിടെ 2 വശങ്ങൾ കിട്ടിയിട്ടുണ്ട്. 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഈ ത്രികോണത്തിലും 5ഉം 3ഉം ഉണ്ട്. ഈ ത്രികോണത്തിൽ 30 ഡിഗ്രി ഉണ്ട്, ഈ ത്രികോണത്തിൽ 30 ഡിഗ്രി ഉണ്ട്. അപ്പൊ തുല്യ ത്രികോണങ്ങളാണോ? ഇപ്പൊ കുറെ പേർക്കൊരു സംശയം മാറിയിട്ടുണ്ടാവും. എന്താണ്, തുല്യ ത്രികോണങ്ങളാണോ? അല്ല. എന്തുകൊണ്ടാ? ഇവിടെ 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ ഉണ്ട്, ഇതിലും 5ഉം 3ഉം ഉണ്ട്, രണ്ടിലും 30 ഡിഗ്രി ഉണ്ട്. അപ്പൊ വെറുതെ 5ഉം 3ഉം അല്ലെങ്കിൽ രണ്ടിലും കോണുകൾ 30 ഡിഗ്രി വന്നത് കൊണ്ട് ആയ പോരാ, ഈ 30 ഡിഗ്രി ഇവിടെ വന്നിട്ടുള്ളത്. നേരെ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് എന്താ? 2 വശങ്ങളും അവ കൂടിച്ചേരുന്ന കോണും എന്നാണ് പറഞ്ഞത്. ഒരു വശം ഇതാണ്, രണ്ടാമത്തെ വശം ഇതാണ്. ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന കോണ് എന്ന് പറയുന്ന കോൺ ഇതല്ലേ? അപ്പൊ ഈ കോണും അതേപോലെ ഇവിടെ ഈ 5ഉം 3ഉം 2 വശങ്ങളും കൂടി ചേരുന്ന കോണ്, ഈ 2 കോണുകളും തുല്യമായാൽ മാത്രമേ എന്താകുള്ളൂ? തുല്യ ത്രികോണങ്ങളാകുള്ളൂ. അപ്പൊ ഈ കോണുകൾ ഒന്നാമത് തന്നിട്ടില്ല, രണ്ടാമത് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ 2 കോണും തുല്യമല്ല എന്നുള്ളത്. അപ്പോ ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണോ? അല്ല. അപ്പൊ തുല്യ ത്രികോണങ്ങളാവണമെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 വശങ്ങളും തുല്യമാകണം, അതിനിടയിലുള്ള കോൺ തന്നെ വരണം. ഈ കോണ് 30 ഡിഗ്രിയാണ്, ഇത് ഇവിടെയാണ് കോണ് വന്നതെങ്കിൽ ഈ 2 കോൺ ഇവിടെയാണ് എഴുതിയതെങ്കിൽ, തുല്യമായത് എഴുതിയതെങ്കിൽ നമുക്ക് തുല്യ ത്രികോണങ്ങളെന്ന് പറയാം. എന്നാൽ ഈ 2 വശങ്ങളും കൂടിച്ചേരുന്ന കോണല്ല ഇവിടെ വന്നിട്ടുള്ളത്, ഇത് വേറൊരു കോണാണ്. ഇവിടെയും 2 വശങ്ങൾ കൂടിച്ചേരുന്ന കോൺ ഇതാണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ നമുക്ക് തുല്യ ത്രികോണങ്ങളെന്ന് പറയാം. തുല്യമല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും എന്തല്ല? തുല്യമല്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ജോഡി ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്, 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ ത്രികോണത്തിലെ ഓരോ കോണുകൾക്കും തുല്യമായ രണ്ടാമത്തെ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയാണെന്ന് ആ പേരുകൾ വെച്ച് എഴുതുക. അതാണ് ചോദ്യം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 2 ത്രികോണങ്ങളുടെയും ഓരോ കോണിനും തുല്യമായ കോണുകൾ അവിടെ എഴുതി കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് 2 ത്രികോണങ്ങളിലെയും കോണുകൾ തുല്യമാണോ അല്ലേന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണോ നോക്കണം. അതെന്താ ചെയ്യേണ്ടത്? 3 വശങ്ങൾ തന്നിട്ടുണ്ടോ നോക്കുക. തന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ വഴി എന്താ? 2 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള കോണ് തുല്യമാകണം. അപ്പൊ ഇവിടെ 2 വശങ്ങൾ 3ഉം 7ഉം ആണ്. ഈ 2 വശങ്ങൾക്കും ഇടയിലുള്ള കോണ് 40 ഡിഗ്രിയാണ്. ഇവിടെയും അത് തന്നെയാണ്, 3ഉം 7ഉം ഉണ്ട്, 2 വശങ്ങൾക്ക് ഇടയിലുള്ള കോണ് 40 ഡിഗ്രിയാണ്. 3ഉം 7ഉം ഉണ്ടായാൽ മതി ഈ ചിത്രത്തിലും. അപ്പൊ ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. ഇനി ഇതിലുള്ള ഓരോ കോണിനും, കോൺ എക്ക് ഇതിലുള്ള ത്രികോണം, ഈ ത്രികോണത്തിലെ ഏതൊക്കെ കോണുകളാണ് തുല്യം, അതേപോലെ കോൺ ബിക്ക് തുല്യമായ കോൺ ഏതാ, കോൺ സിക്ക് തുല്യമായ കോൺ ഏതാ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നേരിട്ട് പെട്ടെന്ന് എഴുതാം. കോൺ എയും കോൺ ക്യൂവും 40 ഡിഗ്രിയാണ്. അപ്പൊ കോൺ എ സമം കോൺ ക്യൂ എന്ന് എഴുതി കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഇത് തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് 2 വശങ്ങൾ തന്നു. മൂന്നാമത്തെ ഈ വശവും ഇതില് അളവ് എഴുതാത്ത ഈ മൂന്നാമത്തെ വശവും എന്തായിരിക്കും? തുല്യമാണ്. അപ്പൊ തുല്യ ത്രികോണങ്ങളിലെ തുല്യമായ കോണുകൾ കണ്ടെത്താൻ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. എന്താണ്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. തുല്യമായ ഒരു വശം ഇനി 3 സെന്റിമീറ്റർ 2 ത്രികോണത്തിലുണ്ട്. അപ്പൊ ഈ 3 സെന്റിമീറ്ററിന് നേരെ എതിരെ കിടക്കുന്ന കോൺ ഏതാ? സി അല്ലേ?
അപ്പോൾ 3ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സി ആണ്. ഇതില് 3 സെന്റിമീറ്റർ ഇതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന കോൺ ഏതാ? പി ആണ്. അപ്പോ കോൺ സിയും കോൺ പിയും തുല്യമാണ്. ഇനി ബി, അത് നമുക്ക് ഇതുപോലെ നോക്കാതെ എഴുതാം, വേണമെങ്കിൽ നോക്കാം. ഈ തുല്യമായ വശത്തിനെതിരെയുള്ളത് 7 സെന്റിമീറ്ററിനെതിരെയുള്ളത് ബി ആണ്. ഇവിടെ 7 സെന്റിമീറ്ററിനെതിരെയുള്ളത് 6 ആണ്. അപ്പൊ ബിയും 6ഉം തുല്യമാണ്. അപ്പൊ ഇതേപോലെ തന്നെ രണ്ടാമത്തെ, അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. ആൻസർ നമുക്ക് നോക്കാം. രണ്ട് ത്രികോണത്തിന് തുല്യമായ കോണുകൾ, ഇവിടെ ഈ ത്രികോണത്തിൽ ഈ കോണാണ് 50 ഡിഗ്രി. അപ്പോ ഇവിടെ രണ്ട് ത്രികോണത്തിലും 4ഉം 6ഉം സെന്റിമീറ്റർ ഉണ്ട്, അതിനിടയിലുള്ള കോൺ 50 ഡിഗ്രി ഉണ്ട്. ഇവിടെയും 4ഉം 6ഉം സെന്റിമീറ്റർ വശങ്ങളുണ്ട്, ഇടയിലുള്ള കോൺ 50 ഡിഗ്രി ഉണ്ട്. തുല്യ ത്രികോണങ്ങളാണ്. ഇനി തുല്യമായ കോണുകൾ കണ്ടെത്തണം. തുല്യമായ കോൺ കണ്ടെത്താന് ഇവിടെ നമുക്ക് നോക്കിയാൽ എല് 50 ഡിഗ്രിയാണ്, കോൺ എൽ 50 ഡിഗ്രിയാണ്. ഇവിടെ കോൺ സെഡും 50 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ എൽ സമം കോൺ സെഡ് എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതേപോലെ 6 സെന്റിമീറ്ററിന്റെ എതിരെ കിടക്കുന്ന കോൺ ഏതാ? എൻ ആണ്. ഇവിടെ 6 സെന്റിമീറ്ററിന്റെ എതിരെ കിടക്കുന്ന കോൺ ഏതാ? ഈ എക്സ് ആണ്. അപ്പൊ ഈ എന്നും എക്സും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി മൂന്നാമത്തെ കോൺ ഏതാ ഉള്ളത്? എം ആണ്. അപ്പോ എമ്മും ഇതില് വൈയും ആണ്. അപ്പൊ കോൺ എമ്മും കോൺ വൈയും തുല്യമായി. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് തുല്യമായ കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്